നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവവികാസങ്ങളിലേക്ക്. കൊല്ലം ജില്ലയിൽ മൃഗചികിത്സ വീട്ടുപടിക്കലെത്തുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. മൊബൈൽ വെറ്റിനറി യൂണിറ്റുകളുടെയും സർജറി യൂണിറ്റുകളുടെയും ഫ്ളാഗ് ഓഫ് മന്ത്രി നിർവഹിച്ചു. 1962 എന്ന ടോൾ ഫ്രീ കോൾ സെന്റർ നമ്പറിലേക്ക് വിളിച്ചാൽ സേവനം വീട്ടിലെത്തും. ശാസ്താംകോട്ടയിലെ മുളങ്കൂട്ടങ്ങൾ വെട്ടി നശിപ്പിച്ചു. സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി ഹരിത കേരള മിഷന് സ്റ്റാൾ കിട്ടാനായാണ് മുളകൾ വെട്ടിയത്. ജലശുദ്ധീകരണശാലയ്ക്ക് സമീപം സർക്കാർ സ്ഥലത്ത് വെച്ചുപിടിപ്പിച്ച മുളകളാണ് വെട്ടി നശിപ്പിച്ചത്. മോട്ടോർ മോഷ്ടിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. ചടയമംഗലം പൂങ്കോട് സ്വദേശി ഹരിയാണ് അറസ്റ്റിലായത്. പൂങ്കോട് സ്വദേശിയുടെ വീട്ടിലെ കിണറ്റിൽ നിന്നാണ് മോട്ടോർ മോഷ്ടിച്ചത്. കൊല്ലം മുതിരപ്പറമ്പ് കടപുഴ ബോട്ട് സർവീസ് പുനരാരംഭിക്കുന്നു. ജലഗതാഗത വകുപ്പിന് പുതുതായി അനുവദിച്ച ബോട്ടാണ് സർവീസ് നടത്തുന്നത്. വിശദമായ വാർത്തകളിലേക്ക്. കൊല്ലം ജില്ലയിൽ മൃഗചികിത്സ വീട്ടുപടിക്കലെത്തുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. മൊബൈൽ വെറ്റിനറി യൂണിറ്റുകളുടെയും സർജറി യൂണിറ്റുകളുടെയും ഫ്ളാഗ് ഓഫ് ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിൽ നിർവഹിക്കുകയായിരുന്നു മന്ത്രി. 1962 എന്ന ടോൾ ഫ്രീ കോൾ സെന്റർ നമ്പറിലേക്ക് വിളിച്ചാൽ സേവനം വീട്ടിലെത്തും. ഇത്തിക്കര, കൊട്ടാരക്കര, ചവറ ബ്ലോക്കുകളിൽ മൊബൈൽ യൂണിറ്റുകളും കൊല്ലം കേന്ദ്രീകരിച്ച ഒരു സർജറി വെറ്റിനറി യൂണിറ്റുമാണ് പ്രവർത്തനം ആരംഭിച്ചത്. പ്രത്യേക പരിശീലനം നേടിയ ഡോക്ടർമാരും ഡ്രൈവർ കം അറ്റൻഡന്റും മൊബൈൽ യൂണിറ്റിൽ ഉണ്ടാകും. ഇവരുടെ തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയായി. ചവറ ബ്ലോക്കിലെ വാഹനം അരനെല്ലൂർ മൃഗാശുപത്രിയിലും ഇത്തിക്കരയിലെ വാഹനം ചാത്തന്നൂർ മൃഗാശുപത്രിയിലും കൊട്ടാരക്കര യൂണിറ്റിൻ്റേത് കുഴിക്കാട് വെറ്റിനറി ഡിസ്പെൻസറിയിലുമാണ് ക്യാമ്പ് ചെയ്യുന്നത്. വൈകിട്ട് 6 മുതൽ രാവിലെ 5 വരെയാണ് പ്രവർത്തനം. വാഹനത്തിൽ സജ്ജമാക്കിയ QR കോഡ് സ്കാൻ ചെയ്ത് കർഷകർക്ക് ബില്ലടയ്ക്കാം. നിലവിൽ ചടയമംഗലം, അഞ്ചൽ ബ്ലോക്കുകളിൽ മൊബൈൽ യൂണിറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. ജില്ലാ വെറ്റിനറി കേന്ദ്രത്തിൽ പുതിയ സർജറി യൂണിറ്റും ആരംഭിക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് പറഞ്ഞു. ഞങ്ങൾക്ക് അന്ന് മുഖ്യമന്ത്രിക്ക് നിരവധി പരിപാടിയിൽ പങ്കെടുക്കണമെന്നുള്ളത് കൊണ്ട് ആ പരിപാടി മിനിസ്റ്റർ പോയി ഉദ്ഘാടനം ചെയ്യണമെന്ന് എന്നോട് പറഞ്ഞു. അങ്ങനെയാണ് കേരളത്തിൽ വീട്ടുമുറ്റത്ത് സേവനം എന്ന് പറയുന്ന തരത്തിലേക്ക് 59 ആംബുലൻസുകൾ കേരളത്തിൽ ഇപ്പോൾ ഞങ്ങൾ 2ാം ഘട്ടത്തിൽ ഇറക്കിയ. ആദ്യഘട്ടത്തിൽ കേന്ദ്ര ഗവൺമെൻറ് സഹായത്തോടുകൂടി 29 ആംബുലൻസുകൾ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും 2 ആംബുലൻസ് വെച്ച് കൊടുത്തപ്പോൾ നമ്മുടെ ഇടുക്കി ജില്ലയിൽ 3 ആംബുലൻസ് ഞങ്ങൾ കൊടുത്തു. ഇടുക്കിയുടെ പ്രത്യേകത നമുക്കറിയാം. അങ്ങനെ 29 ആംബുലൻസ് ആദ്യഘട്ടത്തിൽ 2023 കൊടുത്തു. അതിൻ്റെ എല്ലാ ചെലവുകളും ഡോക്ടർമാരുടെ അവർക്ക് കൊടുക്കേണ്ടുന്ന ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ ഡ്രൈവർ കം അറ്റൻഡർ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ കൊടുക്കുന്നത് കേന്ദ്ര സർക്കാർ തന്നെയാണ്. പക്ഷെ നമ്മളിപ്പോൾ റീബിൽഡ് പദ്ധതി അനുസരിച്ച്, റീബിൽഡ് കേരള ഇനിഷ്യേറ്റീവ് ആ പദ്ധതി അനുസരിച്ചിട്ടാണ് ഇപ്പോൾ നമുക്ക് ഏകദേശം 13 കോടി സംതിങ് രൂപ കേരളത്തിൻ്റെ ബഡ്ജറ്റിൽ വെച്ചുകൊണ്ട് 3.11 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് 59 വാഹനങ്ങൾ ഇപ്പോൾ നമ്മൾ 2ാം ഘട്ടത്തിൽ നമ്മളെടുക്കും. ബ്ലോക്ക് പഞ്ചായത്തുകൾ പദ്ധതി വിഹിതം ഉപയോഗിച്ച് മരുന്നുകൾ കൂടി വാങ്ങി നൽകുന്നത് കർഷകർക്കേറെ ആശ്വാസകരമാകുമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ അധ്യക്ഷത വഹിച്ചു. കഴിഞ്ഞ മാസം DPC കൂടി എല്ലാ പദ്ധതികളും അംഗീകരിച്ച് അണമയ പൈസ തലമാരിടയിൽ എല്ലാവരും വെച്ചിരിക്കുകയാണ്. അപ്പോൾ ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകൾ ഇതിൻ്റെ മെഡിസിൻ പ്രൊവൈഡ് ചെയ്യണമെന്ന് നമ്മൾ പറയുമ്പോൾ തൊട്ടടുത്ത റിവിഷൻ സമയത്താണ് ഇതെന്തെങ്കിലും ചെയ്യാൻ പറ്റുക. ഒരു പക്ഷേ അത് ലാസ്റ്റ് റിവിഷനായിരിക്കും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ സമയത്ത്. അതുകൊണ്ട് അതിൽ വലിയൊരു ഇടപെടൽ ഇപ്പോൾ DPC കഴിയുന്നതിന് മുമ്പായിരുന്നെങ്കിൽ നമുക്കിത് ഈ പ്രോജക്റ്റ് മാൻഡേറ്ററി ആയിട്ട് എടുക്കാൻ പറയാമായിരുന്നു. ഇതിനു വേണ്ടുന്ന പൈസ കൂടി നേരത്തെ കൊടുത്തവർ കുറച്ചു പേര് വെച്ചിട്ടുണ്ടാവും. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ സന്തോഷ് തുപ്പാശ്ശേരി, A അഭിലാഷ്, നഗരസഭാ കൗൺസിലർ B ശൈലജ, മൃഗസംരക്ഷണ വകുപ്പ് പ്രിൻസിപ്പൽ ട്രെയിനിംഗ് ഓഫീസർ ഡോക്ടർ D ഷൈൻകുമാർ, ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ ഡോക്ടർ AL അജിത, ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ S പ്രമോദ്, ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ ഷീബ P ബേബി, ഡോക്ടർ R ബിന്ദു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ശാസ്താംകോട്ടയിൽ രാജ്യാന്തര ചെസ് മത്സരം സംഘടിപ്പിച്ചു. ദേവസ്വം ബോർഡ് കോളേജിന്റെ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് ചെസ് മത്സരം സംഘടിപ്പിച്ചത്.
കുമ്പളത്ത് ശങ്കപ്പിള്ള മെമ്മോറിയൽ ദേവസ്വം ബോർഡ് കോളേജിന്റെ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് രാജ്യാന്തര ചെസ് മത്സരം നടത്തിയത്. വിദേശ രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള 300-ലധികം പേർ മത്സരത്തിൽ പങ്കെടുത്തു. കോവൂർ കുഞ്ഞുമോൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. റഷ്യ മാത്രം കൈയടക്കി വെച്ചിരുന്ന ചെസ് ഇപ്പോൾ മറ്റ് രാജ്യങ്ങളിൽ കൂടി ഇത് വന്നിട്ടുണ്ട്. ഒരു ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ നടത്തുമ്പോൾ തീർച്ചയായിട്ടും അതിൽ പങ്കെടുക്കുന്ന കളിക്കാർ തീർച്ചയായിട്ടും വളരെ സൂക്ഷ്മതയോടുകൂടി, ഇതിന് ഈ ചെസ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ബ്രെയിൻ അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. സൂക്ഷ്മതയോടുകൂടി കരുക്കൾ നീക്കിയാൽ അത് കാലാൽപ്പടയാകട്ടെ, ആനയാകട്ടെ, കുതിരയാകട്ടെ, തേരാകട്ടെ, മന്ത്രിയാകട്ടെ, രാജാവാകട്ടെ, ഇതെല്ലാം വളരെ സൂക്ഷ്മതയോടുകൂടി നിങ്ങൾ ശ്രദ്ധിച്ച് കരുക്കൾ നീക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയിക്കാൻ. പ്രിൻസിപ്പൽ ഡോക്ടർ KC പ്രകാശ് അധ്യക്ഷത വഹിച്ചു. ഇത്രയധികം പ്ലേയേഴ്സിനെ അക്കോമഡേറ്റ് ചെയ്യുന്നതിനും വേണ്ട അത്യാവശ്യ അടിസ്ഥാന സൗകര്യങ്ങൾ കൊടുക്കുന്നതിനുമൊക്കെ കുറെ പരിമിതികളുണ്ട്. എങ്കിൽ ഈ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നു. അത് എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിലും നിങ്ങളത് സദയം ക്ഷമിച്ച് ഇതിന്റെ ഭാഗമാകണമെന്ന് ചെസ് ഫെഡറേഷനും കരുനാഗപ്പള്ളി നൈറ്റ് ചെസ് അക്കാദമിയും സഹകരിച്ചാണ് മത്സരം നടത്തിയത്. 4 ലക്ഷം രൂപയുടെ ക്യാഷ് അവാർഡും ട്രോഫികളും സമ്മാനമായി നൽകി. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. മതാതീത സംസ്കാരം വളർന്നു വരേണ്ടത് കേരളത്തിന്റെ ആവശ്യകതയാണെന്ന് കവി കുരീപ്പുഴ ശ്രീകുമാർ. അടിച്ചമർത്തപ്പെട്ടവന്റെ ശബ്ദവും പാട്ടുകളും കൂടി ഏറ്റെടുക്കുന്നതാണ് കേരളത്തിന്റെ സംസ്കാരമെന്നും അദ്ദേഹം പറഞ്ഞു. CPI കരുനാഗപ്പള്ളി മണ്ഡലം സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കവി കുരീപ്പുഴ ശ്രീകുമാർ. അടിച്ചമർത്തപ്പെട്ടവന്റെ ശബ്ദവും പാട്ടുകളും ഏറ്റെടുക്കുന്നതാണ് കേരളത്തിന്റെ സംസ്കാരമെന്ന് കവി കുരീപ്പുഴ ശ്രീകുമാർ പറഞ്ഞു. CPI കരുനാഗപ്പള്ളി മണ്ഡലം സമ്മേളനത്തിന്റെ ഭാഗമായി കരുനാഗപ്പള്ളി ടൗൺ ക്ലബ്ബിലെ കാനം രാജേന്ദ്രൻ നഗറിൽ സംഘടിപ്പിച്ച സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു കുരീപ്പുഴ. എല്ലാ പത്രങ്ങളിലും ഇതിന്റെ ജാതി സുന്ദരികളുടെ പരസ്യങ്ങളുണ്ട്. ഇതാണ് കേരളം. കേരളത്തിൽ നിന്നും ജാതി പോയിട്ടില്ല, നമ്മുടെ മനസ്സിൽ നിന്നും ജാതി പോയിട്ടില്ല. കമ്മ്യൂണിസ്റ്റ് ചെയ്യണം ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യം കുടുംബങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യണമെന്നുള്ളത്. ഇവിടേക്ക് ഇരിക്കുന്ന ആളുകളുടെ എനിക്കറിയാം, അവരുടെ കുടുംബങ്ങൾ കമ്മ്യൂണിസ്റ്റ് കുടുംബങ്ങളാണ്. മക്കളൊക്കെ കമ്മ്യൂണിസ്റ്റ് വരും. ആ രീതിയിലാണ് വളർത്തിക്കൊണ്ടുള്ള സഹാക്കൾ നമ്മുടെ നാട്ടിലുണ്ട്. മക്കളൊക്കെ കമ്മ്യൂണിസ്റ്റ് വരും. അവരുടെയൊക്കെ ചിന്ത പുരോഗമന ചിന്ത. വീട്ടിൽ ചർച്ച ചെയ്യണം കാര്യങ്ങൾ. അന്ധവിശ്വാസങ്ങൾ എന്താണെന്ന് വീട്ടിൽ ചർച്ച ചെയ്യണം. കുഞ്ഞുങ്ങളെ ബാലഗോകുലം നയിക്കുന്ന ശോഭായാത്രയ്ക്ക് വിടണോ വേണ്ട എന്ന് വീട്ടിൽ ചർച്ച ചെയ്യണം. പൊങ്കാലിക്ക് പോയതുകൊണ്ട് എന്തെങ്കിലും നേട്ടം ഉണ്ടായോ ഇല്ലയെന്ന് വീട്ടിൽ ചർച്ച ചെയ്യണം. ഇപ്പോഴുണ്ടായിരിക്കുന്ന യുദ്ധം സുരക്ഷാ വീഴ്ച ഉണ്ടായതാണ്, അല്ലെങ്കിൽ യുദ്ധം തന്നെ വേണോ എന്നുള്ള കാര്യം വീട്ടിൽ ചർച്ച ചെയ്യണം. വീടാണ് ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്ര ബിന്ദു. സമൂഹത്തിന്റെ കേന്ദ്ര ബിന്ദു എന്ന് പറഞ്ഞാൽ പാർട്ടി ഓഫീസല്ല, ഒരു ജംഗ്ഷനുമല്ല, ഒരു നഗരവുമല്ല, ഒരു തലസ്ഥാനവുമല്ല, സ്വന്തം വീടുകളാണ്. ആ വീടുകളിൽ നിന്നും നിങ്ങൾക്ക് അന്ധവിശ്വാസങ്ങളെ പുറത്താക്കാൻ കഴിഞ്ഞാൽ, ജാതീയതയെ പുറത്താക്കാൻ കഴിഞ്ഞാൽ, പ്രിയ സഖാക്കളെ, നമ്മൾ പുതിയ ലോകത്തേക്ക് പ്രവേശിക്കും. സംഘാടക സമിതി കൺവീനർ പടിപ്പുര ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ്, അഡ്വക്കേറ്റ് മാണിലാൽ, CPI ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് MS താര, വിജയമ്മ ലാലി, ജഗജ്ജീവൻ ലാലി, K ശശിധരൻ പിള്ള, അഡ്വക്കേറ്റ് B മനു, ഐ ശിഹാബ് എന്നിവർ പങ്കെടുത്തു. സമ്മേളനത്തിന്റെ ഭാഗമായി വിവിധ ജാഥകളും നടത്തി. മുൻ MLA R രാമചന്ദ്രന്റെ സ്മൃതി കുടീരത്തിൽ നിന്ന് ആരംഭിച്ച പതാക ജാഥയിൽ പതാക R രാമചന്ദ്രന്റെ പത്നി പ്രിയദർശിനി കൈമാറി. മണ്ഡലം കമ്മിറ്റി അംഗമായിരുന്ന P സുരന്റെ സ്മൃതി കുടീരത്തിൽ നിന്നുമായിരുന്നു കൊടിമര ജാഥ തുടങ്ങിയത്. സമ്മേളന നഗരിൽ വിവിധ നേതാക്കൾ പതാകയും കൊടിമരവും ബാനറും ഏറ്റുവാങ്ങി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. ഹരിത കേരള മിഷന് സ്റ്റാൾ കെട്ടാനായി ശാസ്താംകോട്ടയിലെ മുളങ്കൂട്ടങ്ങൾ വെട്ടിനശിപ്പിച്ചു. ജലശുദ്ധീകരണശാലയ്ക്ക് സമീപം സർക്കാർ സ്ഥലത്ത് വെച്ച് പിടിപ്പിച്ച മുളകളാണ് വെട്ടിനശിപ്പിച്ചത്. സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി ഹരിത കേരള മിഷന് സ്റ്റാൾ കെട്ടാനായാണ് മുളകൾ വെട്ടിയതെന്നാണ് വിവരം. ശാസ്താംകോട്ട ആഞ്ഞിലിമൂട് പാതയോരത്ത് തണലിനും തടാകത്തിലേക്കുള്ള മണ്ണൊലിപ്പ് തടയുന്നതിനുമായി വർഷങ്ങൾക്ക് മുമ്പ് സാംസ്കാരിക പരിസ്ഥിതി സംഘടനകൾ നട്ടുവളർത്തിയ മുളകളാണ് വ്യാപകമായി വെട്ടിയത്. സർക്കാരിന്റെ 4ാം വാർഷികാചരണത്തിന്റെ ഭാഗമായി ഹരിത കേരള മിഷന് കൊല്ലത്ത് സ്റ്റാൾ കെട്ടാൻ ഉപയോഗിക്കുന്നതിനാണ് മുളംകൂട്ടം വെട്ടിയതെന്നാണ് വിവരം. താൽക്കാലിക ജീവനക്കാരനാണ് മുളകൾ വെട്ടുന്നതിന് നേതൃത്വം നൽകിയത്. സംഭവമറിഞ്ഞ് ജനപ്രതിനിധികളും നാട്ടുകാരും സ്ഥലത്തെത്തി. മുള കടത്താനുള്ള നീക്കം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം തുണ്ടിൽ നൌഷാദിന്റെ നേതൃത്വത്തിൽ തടഞ്ഞു. പോലീസ് എത്തി മുള വെട്ടിയവരെയും വാഹനവും കസ്റ്റഡിയിലെടുത്തു. സർക്കാരിന്റെ 4ാം വാർഷിക ആഘോഷങ്ങൾക്ക് മോടി കൂട്ടുവാൻ വേണ്ടി കൊല്ലം ആശ്രമ മൈതാനം അലങ്കരിക്കാൻ വേണ്ടിയിട്ടാണ്
ഇത് മുറിച്ചതെന്നാണ് വന്ന് മുറിച്ചവർ പറഞ്ഞത്. അവർ ഈ പ്രദേശവാസികളാണ്. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു. പോലീസ് അവരെ വന്ന് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. വാഹനത്തിൽ കുറച്ചധികം മുള അടപ്പുണ്ട്. ഇവിടെ ഏകദേശം ഇവിടെ തിട്ടപ്പെടുത്തിയപ്പോൾ 40 അടിയിൽ കൂടുതൽ വലിപ്പമുള്ള 20 മുളയാണ് അവർ മുറിച്ചിരിക്കുന്നത്. താലൂക്ക് ഓഫീസിൽ നിന്ന് ആൾ വന്നിട്ടുണ്ട്, വില്ലേജിൽ നിന്ന് ആൾ വന്നിട്ടുണ്ട്. ഇവർക്ക് ആർക്കും ബന്ധമില്ല. ഇത് തീർത്തും പ്രതിഷേധാർഹമാണ്. ഈ മനോഹരമായ ഈ തീരത്ത് തടാകത്തിൻ്റെ പ്രദേശത്ത്, വൃഷ്ടി പ്രദേശത്ത് വനവൽക്കരണം അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുകയും ഇവിടെ മണ്ണൊലിപ്പ് തടയാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇത് ചെയ്യുന്നത്. ഇത് വേലി തന്നെ വിളവ് തിന്നുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. സർക്കാർ പരിപാടിക്കാണ് വെട്ടിയതെന്നും സമ്മതപത്രം എത്തിക്കാമെന്നും പറഞ്ഞതിനാൽ കേസെടുക്കാതെ വിട്ടയച്ചതായി ശാസ്താംകോട്ട പോലീസ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പടയണികൾ ഉറഞ്ഞു തുള്ളിയപ്പോൾ അത് ഭക്തിയുടെയും ആവേശത്തിന്റെയും തലങ്ങളാണ് സൃഷ്ടിച്ചത്. കായംകുളം, പുള്ളിക്കണക്ക്, നെടിയത്ത്, പുത്തൻപുരയ്ക്കൽ ദേവീക്ഷേത്രത്തിലാണ് വലിയ പടയണി അരങ്ങേറിയത്. ക്ഷേത്രത്തിലെ ഉത്രം പടയണിയുടെ ഭാഗമായി 3 ദിവസമാണ് പടയണി നടന്നത്. വൈകിട്ട് 6 മണിയോടെ കോലങ്ങളുടെ എടുത്തുവരവ് നടന്നു. പനയന്നാർകാവ് ക്ഷേത്രത്തിൽ നിന്ന് വാദ്യഘോഷങ്ങൾ, താലപ്പൊലി എന്നിവയുടെ അകമ്പടിയിൽ പുറപ്പെട്ട നെടിയത്ത് പുത്തൻപുരയ്ക്കൽ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു. രാത്രി 7-നാണ് വലിയ പടയണി ആരംഭിച്ചത്. തുടർന്ന് ചൂട്ടുവെപ്പും കുട്ടിവിളിയും നടന്നു. ജീവതാളം കൊട്ടി ഭൂതപ്രേത പിശാചുക്കളെ കളത്തിലേക്ക് ആവാഹിച്ചു. തുടർന്ന് വട്ടമിണക്ക് നടന്നു. തപ്പിൽ 4 ചെമ്പടമേളം കൊട്ടുന്നതാണ് വട്ടമിണക്ക് ചടങ്ങ്. പുലവൃത്തം, താവടി, പരദേശി, കോലന്തുള്ളൽ എന്നീ ചെമ്പട മേളമാണ് കൊട്ടിയത്. തുടർന്നായിരുന്നു പടയണി ആരവം. കായംകുളം, പുള്ളിക്കണക്ക്, നെടിയത്ത്, പുത്തൻപുരയ്ക്കൽ ദേവീക്ഷേത്രത്തിലാണ് വലിയ പടയണി നടന്നത്. സമ്പൂർണ്ണ ചൂട്ടുവെട്ടത്തിലായിരുന്നു പടയണി. പച്ചപ്പാളയിൽ പ്രകൃതിദത്തമായ നിറങ്ങൾ ഉപയോഗിച്ച് വരയ്ക്കുന്ന കോലങ്ങൾ ചൂട്ടിന്റെ വെട്ടത്തിൽ കളത്തിലേക്ക് കൊണ്ടുവന്ന് തുള്ളി ഒഴിഞ്ഞു. വ്യത്യസ്തതയ്ക്ക് അനുസരിച്ച് ചുവടും പാട്ടും താളവുമെല്ലാം വ്യത്യസ്തത നിറഞ്ഞതായിരുന്നു. വലിയ ഭൈരവിക്കോലം, അരക്കിയക്ഷിക്കോലം, കാലൻകോലം, പിശാചുകോലം, മാടൻ, മറുത എന്നിവയാണ് പ്രധാനമായി എത്തിയ കോലങ്ങൾ. ന്യൂസ് ബ്യൂറോ, കായംകുളം. കിണറ്റിൽ സ്ഥാപിച്ച മോട്ടോർ മോഷ്ടിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. ചടയമംഗലം പൂങ്കോട് സ്വദേശി ഹരിയാണ് അറസ്റ്റിലായത്. പൂങ്കോട് സ്വദേശി പുതുതായി നിർമ്മിച്ച വീടിന്റെ കിണറ്റിൽ നിന്നാണ് മോട്ടോർ മോഷ്ടിച്ചത്. കഴിഞ്ഞ 5-ന് പുതുതായി നിർമ്മിച്ച വീടിന്റെ സമീപത്തെ കിണറ്റിൽ സ്ഥാപിച്ച മോട്ടോറാണ് മോഷ്ടിക്കപ്പെട്ടത്. സംശയം തോന്നിയതിനെ തുടർന്ന് മോട്ടോർ ഉടമ ചടയമംഗലം പോലീസിൽ പരാതി നൽകിയിരുന്നു. പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഹരിയുടെ വീടിന് സമീപത്തെ വിറകുപുരയിൽ നിന്നും മോഷ്ടിച്ച മോട്ടോർ കണ്ടെത്തിയത്. ചടയമംഗലം CI സുനീഷ്, SI മോനിഷ് എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് ഇയാളെ പിടികൂടിയത്. ഇയാളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പടിഞ്ഞാറെ കല്ലടയുടെ സ്വപ്ന സാക്ഷാത്കാരമായി കൊല്ലം കടപ്പുഴ ബോട്ട് സർവീസ് പുനരാരംഭിക്കുന്നു. ജലഗതാഗത വകുപ്പിന് പുതുതായി അനുവദിക്കപ്പെട്ട 2 ബോട്ടുകളിലൊന്നാണ് കടപ്പുഴ ബോട്ട് സർവീസായി ആരംഭിക്കുന്നത്. ഒരു കാലത്ത് കല്ലടയിലെ ജനങ്ങൾ ഏറെ ആശ്രയിച്ചിരുന്നത് ജലഗതാഗതത്തെയാണ്. കൊല്ലത്തേക്കുള്ള ബോട്ട് സർവീസ് ജനങ്ങൾക്ക് ഒരു അനുഗ്രഹമായിരുന്നു. എന്നാൽ കല്ലടയാറ്റിലെ അമിത മണലൂറ്റ് ജലഗതാഗതത്തെ സാരമായി ബാധിച്ചു. ഇതോടെ ബോട്ട് സർവീസ് നിലയ്ക്കുകയായിരുന്നു. പടിഞ്ഞാറെ കല്ലട ഗ്രാമപഞ്ചായത്തിന്റെ നിരന്തരമായ ആവശ്യത്തെ തുടർന്നാണ് ബോട്ട് സർവീസ് പുനരാരംഭിക്കുന്നതെന്ന് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ K. സുധീർ പറഞ്ഞു. പടിഞ്ഞാറെ കല്ലട ഗ്രാമപഞ്ചായത്തിന്റെ നിരന്തരമായ പഞ്ചായത്ത് ഭരണസമിതിയുടെ റെസല്യൂഷന്റെ ഭാഗമായി ജലഗതാഗത വകുപ്പ് വർഷങ്ങൾക്ക് മുമ്പ് നടത്തിപ്പോരുന്ന കടപുഴ കൊല്ലം ബോട്ട് സർവീസ് പുതിയതായി ആരംഭിക്കുന്നതിനുള്ള അനുമതി ആയിട്ടുള്ളതാണെന്നാണ് പഞ്ചായത്തിനെ അറിയിച്ചിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, പഞ്ചായത്ത് അസോസിയേഷൻ സെക്രട്ടറി ആയതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ വളരെ കൃത്യമായി ഇടപെടാൻ കഴിയുന്നത് മൂലം മുടങ്ങിക്കിടന്ന കണ്ണങ്കാട്, മുതിരപ്പറമ്പ്, കടപുഴ ബോട്ട് 2 ബോട്ട് പുതിയത് ജലഗതാഗത വകുപ്പിന് അനുവദിച്ചപ്പോൾ അതിലൊന്ന് നമുക്ക് തരാമെന്ന് ഏറ്റിട്ടുണ്ട്. ശാസ്താംകോട്ട തടാക തീരത്ത് രാഷ്ട്രീയങ്ങളുടെ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ടൂറിസം പദ്ധതിക്കും അതേപോലെ തന്നെ ശാസ്താംകോട്ട
പഞ്ചായത്തിലെ ചേലൂർ പുഞ്ചയിൽ ലങ്കാവാലി റിസോർട്ടിൻ്റെയും പ്രവർത്തനത്തിന് ഈ സർവീസ് ഉതകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ശാസ്താംകോട്ട പടിഞ്ഞാറേക്കലിൻ്റെ ഗ്രാമപഞ്ചായത്തിൻ്റെ ശാസ്താംകോട്ട തടാക തീരത്തുള്ള പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ 2 ബോട്ട് സർവീസാണ് ആരംഭിക്കുന്നത്. ഒന്ന് ശാസ്താംകോട്ട കായലിലും ഒന്ന് കടപുഴയും സ്ഥാപിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കടപുഴ ബോട്ട് സർവീസ് പുനരാരംഭിക്കുന്നത് ചേലൂർ ലങ്കാവാലി ടൂറിസം, ശാസ്താംകോട്ട തടാകതീര ടൂറിസം എന്നിവയ്ക്ക് ഏറെ ഗുണകരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. പുനലൂർ റെയിൽവേ സ്റ്റേഷൻ റോഡ് ഇരുട്ടിൽ. രാത്രികാലത്ത് യാത്രക്കാർ ഇതുമൂലം ഏറെ പ്രയാസപ്പെടുകയാണ്. ദേശീയപാതയിൽ ചൌക്ക ഭാഗത്തു നിന്ന് 250 മീറ്റർ അകലെയുള്ള റെയിൽവേ സ്റ്റേഷൻ റോഡാണ് ഇരുട്ടിലായത്. പാലരുവി എക്സ്പ്രസ് അടക്കമുള്ള ട്രെയിനുകളിലെത്തുന്ന യാത്രക്കാർക്കാണ് തെരുവുവിളക്കുകൾ പ്രകാശിക്കാത്തതുമൂലം ഏറെ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. പുനലൂരിൽ യാത്ര അവസാനിപ്പിക്കുന്ന കന്യാകുമാരി പുനലൂർ ട്രെയിനും നേരം പുലരും മുമ്പെത്തുന്ന ചെന്നൈ എഗ്മോർ കൊല്ലം എക്സ്പ്രസ് ട്രെയിനിലും ഒട്ടേറെ യാത്രക്കാരാണ് എത്തുന്നത്. പുനലൂരിലേക്ക് പോകുന്ന വഴിയിലാണ് വെളിച്ചമില്ലാത്തത്. റോഡരികുകൾ കാടുപിടിച്ചു കിടക്കുകയുമാണ്. കഴിഞ്ഞ മാസം റെയിൽവേ പ്ലാറ്റ്ഫോമിൽ 13കാരിക്ക് പാമ്പ് കടിയേറ്റിരുന്നു. കഴിഞ്ഞ ദിവസം റെയിൽവേ സ്റ്റേഷനിൽ ഒരു മൂർഖൻ പാമ്പിനെ പിടികൂടുകയും ചെയ്തു. റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെളിച്ചമൊരുക്കാത്ത അധികൃതരുടെ നടപടിക്കെതിരെ പ്രതിഷേധവും ഉയരുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. താലോലം പദ്ധതിക്ക് അഞ്ചൽ ബ്ലോക്ക് പരിധിയിൽ തുടക്കമായി. അംഗനവാടിയിലേക്ക് ബേബി ബെഡ് വിതരണം ചെയ്യുന്നതാണ് താലോലം പദ്ധതി. അഞ്ചൽ ബ്ലോക്ക് പരിധിയിലെ അംഗനവാടികളിലേക്കാണ് ബേബി ബെഡ് വിതരണം ചെയ്തത്. PS സുബാൽ MLA പ്രത്യേക ഫണ്ട് വിനിയോഗിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. PS സുബാൽ MLA സ്പെഷ്യൽ ഫണ്ട് വിനിയോഗിച്ചാണ് അംഗനവാടികളിലേക്ക് ബേബി ബെഡ് വിതരണം ചെയ്യുന്ന താലോലം പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ ആര്യങ്കാവ്, തെന്മല, കരവാളൂർ, അഞ്ചൽ, ഇടമുളയ്ക്കൽ, ഏരൂർ, കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തുകളിലെ മുഴുവൻ അംഗനവാടികളിലേക്കുമാണ് ബേബി ബെഡുകൾ വാങ്ങി നൽകിയത്. പദ്ധതിയുടെ ഉദ്ഘാടനം അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ PS സുബാൽ MLA നിർവഹിച്ചു. മണ്ഡലത്തിൽ സ്വന്തമായി ഭൂമിയും കെട്ടിടവുമില്ലാത്ത മുഴുവൻ അംഗനവാടികൾക്കും ഘട്ടം ഘട്ടമായി ഭൂമി കണ്ടെത്തി കെട്ടിടം നിർമ്മിക്കുമെന്ന് MLA പറഞ്ഞു. ഭൂരിഭാഗം അംഗൻവാടികൾക്കും ഇപ്പോൾ സ്വന്തമായി സ്ഥലവും കെട്ടിടവും, എന്നാൽ സ്വന്തമായി സ്ഥലവും കെട്ടിടവും ഇല്ലാത്ത നിരവധിയായിട്ടുള്ള അംഗൻവാടികളും നമ്മുടെ ബ്ലോക്കിൽ അടക്കമുണ്ട് എന്നുള്ളത് നമുക്ക് ബോധ്യമുള്ള കാര്യം. അപ്പോൾ ഘട്ടഘട്ടമായി നമുക്കത് പരിഹരിക്കാൻ കഴിയണം. അതിന് പഞ്ചായത്തുകൾ ആവശ്യമായിട്ടുള്ള ഫണ്ടുകൾ വയ്ക്കണം. ബ്ലോക്ക് പഞ്ചായത്ത് സമിതി കഴിയുമെങ്കിൽ അത് ആലോചിക്കണം. അതുപോലെ തന്നെ ഇത്തവണത്തെ ബഡ്ജറ്റിൽ അതൊരു തുടക്കം എന്നുള്ള തരത്തിൽ ഒരു 4 അംഗൻവാടികൾക്ക് നമ്മുടെ പുനലൂർ മണ്ഡലത്തിൽ കെട്ടിടം നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് നമ്മൾ നീക്കിവെക്കും. അപ്പോൾ ആ 4 അംഗൻവാടികളെയൊക്കെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. വരും വർഷങ്ങളിൽ കൂടുതൽ അംഗൻവാടികൾക്ക് കെട്ടിടം നിർമ്മിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഫണ്ട് വകയിരുത്താനായിട്ടാണ് നമ്മൾ ആലോചിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് KC ജോസ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ G അജിത്ത്, ആര്യലാൽ, A നൌഷാദ, ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, അംഗനവാടി പ്രവർത്തകർ, പൊതുപ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പ്രധാന വാർത്തകൾ വീണ്ടും. കൊല്ലം ജില്ലയിൽ മൃഗചികിത്സ വീട്ടുപടിക്കലെത്തുമെന്ന് മന്ത്രി J ചിഞ്ചുറാണി. മൊബൈൽ വെറ്റിനറി യൂണിറ്റുകളുടെയും സർജറി യൂണിറ്റുകളുടെയും ഫ്ളാഗ് ഓഫ് മന്ത്രി നിർവഹിച്ചു. 1962 എന്ന ടോൾ ഫ്രീ കോൾ സെന്റർ നമ്പറിലേക്ക് വിളിച്ചാൽ സേവനം വീട്ടിലെത്തും. ശാസ്താംകോട്ടയിലെ മുളങ്കൂട്ടങ്ങൾ വെട്ടി നശിപ്പിച്ചു. സർക്കാരിന്റെ 4ാം വാർഷികത്തിന്റെ ഭാഗമായി ഹരിത കേരള മിഷന് സ്റ്റാൾ കിട്ടാനായാണ് മുളകൾ വെട്ടിയത്. ജലശുദ്ധീകരണശാലയ്ക്ക് സമീപം സർക്കാർ സ്ഥലത്ത് വെച്ചുപിടിപ്പിച്ച മുളകളാണ് വെട്ടി നശിപ്പിച്ചത്. മോട്ടോർ മോഷ്ടിച്ച കേസിൽ പ്രതി അറസ്റ്റിൽ. ചടയമംഗലം പൂങ്കോട് സ്വദേശി ഹരിയാണ് അറസ്റ്റിലായത്. പൂങ്കോട് സ്വദേശിയുടെ വീട്ടിലെ കിണറ്റിൽ നിന്നാണ് മോട്ടോർ മോഷ്ടിച്ചത്. കൊല്ലം മുതിരപ്പറമ്പ് കടപുഴ ബോട്ട് സർവീസ് പുനരാരംഭിക്കുന്നു. ജലഗതാഗത വകുപ്പിന് പുതുതായി അനുവദിച്ച ബോട്ടാണ് സർവീസ് നടത്തുന്നത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.